ഭാര്യ മണിയറയ്ക്കകത്ത് കയറി വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് ഖബറിനെ കുറിച്ച്, ഖബറിന്റെ ഏകാന്തതയെ കുറിച്ച്, ഖബറിന്റെ ഞെരുക്കത്തെ കുറിച്ച്, ഖബറിന്റെ അദാബിനെ കുറിച്ച് അല്ലാഹുവേ അവിടുന്ന് പറഞ്ഞു കൊടുത്തിട്ട് കരയിപ്പിച്ചവളാ ഫാത്തിമ. എടാ സ്നേഹനിധിയായ പെണ്ണാരെന്നറിയോ? അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണാരെന്നറിയോ? കല്യാണം കഴിഞ്ഞ് പാതിരാത്രി മണിയറയ്ക്കകത്ത് കയറി വരുമ്പോ ഭർത്താവിന്റെ പഴയകാലം തിരയുന്നവളല്ലോ, കാമുകിയെ കുറിച്ച് ചോദിക്കുന്നവളല്ലോ, ഭർത്താവിന്റെ ആസ്തിയെ കുറിച്ച് ചോദിക്കുന്നവളല്ലോ. പാതിരാത്രി മണിയറയ്ക്കകത്ത് കയറി വരുമ്പോ സ്നേഹനിധിയായ ഭാര്യ ചോദിക്കുന്നു, ഇക്കാ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു, ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞെങ്കില് ഇക്ക പോയിട്ട് ഒളിവെടുത്തിട്ടുവാ, ഇക്ക പോയി ഒളിവെടുത്തിട്ടുവാ. ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചു കൊണ്ടുപോയി ഒളിവെടുപ്പിക്കുകയാണ്. ഒളിവെടുത്തിട്ട് തിരിച്ചു വന്നപ്പോ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, ഇച്ചാ അല്ലാഹു എന്നെ പോലെ ഒരു പെണ്ണിന് നിങ്ങൾക്ക് അല്ലാഹു ഭാര്യയാക്കി തന്നല്ലോ, നിങ്ങളെ പോലെ ഒരു ഭർത്താവിന് അല്ലാഹു എനിക്ക് ഭർത്താവാക്കി തന്നല്ലോ. അതിനെ നന്ദി രേഖപ്പെടുത്തണ്ട്, അതിന് ശുക്ർ ചെയ്യണ്ട്. അതുകൊണ്ട് ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് ഈ മണിയറക്കകത്തിരുന്നിട്ട് 2 റക്അത്ത് ശുക്റിന്റെ നിസ്കാരം നിസ്കരിക്കുക. പുതിയ പെണ്ണ് പറഞ്ഞു കൊടുക്കുകയാ. അങ്ങനെ മണിയറക്കകത്തിരുന്ന് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോ ആ പെണ്ണ് പറയുന്നു, ഇച്ചാ നമ്മൾ രണ്ടുപേരും ഒരുപാട് പാപം ചെയ്തവരാ, നമ്മൾ രണ്ടുപേരും ഒരുപാട് പാപം ചെയ്തവരാണ്. അതുകൊണ്ട് ജീവിതം തുടങ്ങുകയല്ലേ, ഇക്ക ഒന്ന് തൗബ ചെയ്യ്, ഇക്ക ഇവിടെ ഇരുന്ന് ദുആ ചെയ്യ്, ഞാൻ ആമീൻ പറയാമിക്ക. ഭർത്താവിനെ മണിയറക്കകരുത്തിരുത്തിയിട്ട് തൗബ ചെയ്യിപ്പിക്കുകയാ. അല്ലാതെ കാമുകിയോട് കറങ്ങിയ കഥയല്ലടാ ചെറുപ്പക്കാരാ, ആവശ്യമില്ലാത്തതല്ലടാ പൊന്നുമോര്. അവിടെ ഇരുത്തിയിട്ട് നിന്നെ കൊണ്ട് തൗബ ചെയ്യിപ്പിക്കുകയാണ്. നീ ദുആ ചെയ്യുമ്പോ ഭാര്യ പുറകിലിരുന്നിട്ട് നെഞ്ചു പൊട്ടിയിട്ട് ആമീൻ, അവൾ ആമീൻ പറയുകയാ, അവൾ ആമീൻ പറയുകയാ. അവിടെ നിന്ന് ദുആ ചെയ്തു. ഭാര്യ പറയുന്നു, ഇക്കാ എന്റെ തലയിൽ കൈവച്ചിട്ടൊരു ദുആ ചെയ്യണമല്ലോ. കല്യാണം കഴിഞ്ഞ പുതിയ പെണ്ണ് ഭർത്താവ് രാത്രി വീട്ടിൽ മണിയറയ്ക്കകത്ത് കയറി ചെല്ലി എല്ലാ തിരക്കും കളഞ്ഞിട്ട് കഴിഞ്ഞു, ഇക്ക പോയി ഒളിവെടുത്തിട്ട് വാ, പോയി ഒളിവെടുത്തിട്ട് വാ. ഒളിവെടുത്തു തിരിച്ചു വന്നു, ഇക്ക എന്നെ പോലെ ഒരു നല്ല പെണ്ണിനെ അല്ല തന്നില്ലേ, നിങ്ങളെ പോലെ ഒരു ഭർത്താവിനെ എനിക്ക് അല്ല തന്നില്ലേ, നമ്മുടെ കല്യാണമൊക്കെ അല്ലാഹു റാഹത്താക്കി തന്നില്ലേ, നന്ദി ചെയ്യണ്ട ഇക്ക, നിസ്കരിക്ക്, 2 റക്അത്ത് നിസ്കരിക്ക്. നിസ്കരിച്ചു. ഇന്നലെ വരെ എന്തെല്ലാം തോന്നിവാസം നിങ്ങൾ കാണിച്ചു, ഞാനും കാണിച്ചു, ഇതൊക്കെ ഒന്ന് പൊറുക്കണ്ട അല്ലാ. ജീവിതം തുടങ്ങല്ലേ, നിങ്ങൾ ദുആ ചെയ്യ്, ഞാൻ ആമീൻ പറയാം. മണിയറക്കകത്തിരുന്ന് തൗബ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പെണ്ണ് പറയാ, എന്റെ തലയിൽ കൈവച്ചിട്ട് ചെയ്യേണ്ട ഒരു ദുആ ഉണ്ട്, നിങ്ങൾ ചെയ്യ്. ഇവൻ ചോദിക്ക, ഏത് ദുആ? നിങ്ങൾക്കറിയോ ഏത് ദുആയാ? ഈ ഉസ്താദന്മാരൊക്കെ ഞങ്ങളൊക്കെ പലപ്പോഴും ചിരിച്ചു പോണ ഒരു രംഗമുണ്ട്. എപ്പോഴെന്നറിയോ? ഏറ്റവും കൂടുതൽ ചിരിക്കുന്ന രംഗം നിക്കാഹ് നടത്തുമ്പോഴാണ്. ഇവിടുത്തെ ഉസ്താദന്മാരങ്ങനെ, എന്റെയൊക്കെ അനുഭവം, ഞാനങ്ങനെ നിക്കാഹ് നടത്തുമ്പോൾ പലപ്പോഴും ചിരി വരാറുണ്ട്. കാരണം ഈ നിക്കാഹ് നടത്തുന്ന സമയത്ത് ഈ പയ്യന്റെയും ഉപ്പാടെയും കൈ പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഞങ്ങള്, ഉസവ്വിജു, അങ്ങനെ പറയണ്ടല്ലോ, ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ സവ്വജ്തുക വഅൻകഹതുക എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പടച്ചവനെ, ഈ ചൂടുള്ള മുട്ട വായിക്കാത്തിട്ടിട്ട് പൊള്ളണ പോലെ ചില ചെറുപ്പക്കാർക്ക് ഇത് പറയാൻ തന്നെ അറിയില്ല. ഓൻ കിടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ ചിരി വരാറുണ്ട്. അപ്പൊ പുതിയ പെണ്ണ് പറഞ്ഞു, ഇക്ക എൻ്റെ തലയിൽ കൈവച്ചിട്ട് ദുആ ചെയ്യും. ഓൻ ചോദിക്കുക, ഏത് ദുആന്ന്? അവള് പറയും, ഞാൻ പറഞ്ഞു തരാം ഇക്ക, എൻ്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ ഉമ്മ ദുആ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ചില നല്ല കാര്യം അറിയാം. ഭർത്താവ് തലയിൽ കൈവച്ചു, ഭാര്യ പറഞ്ഞു കൊടുത്തു ദുആ. ദുആ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓള് പറഞ്ഞു, മനസ്സൊക്കെ നന്നാക്ക്, നീയത്തൊക്കെ നന്നാക്ക്, നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് കയറുക. 2 പേരും കൂടെ അൽഹംദുലില്ലാ നീയത്തുകൾ നന്നാക്കി. അവിടെ നിന്ന് ചെയ്യേണ്ട അമലുകളുണ്ട്. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു കുടുംബജീവിതം തുടങ്ങി. വെളുപ്പാങ്കാലത്ത് 4 മണിയായപ്പോൾ ഓൾ എഴുന്നേറ്റ്. കാരണം എല്ലാ ദിവസവും 4 മണിക്ക് എഴുന്നേക്കണേ സുബഹി നിസ്കരിക്കാൻ. ഓള് കല്യാണത്തിൻ്റെ അന്ന് രാത്രി, പിറ്റേ മണിയറയുടെ അന്ന് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പോയി കുളിച്ചൊരുങ്ങിയിട്ട് ഭർത്താവിൻ്റെ അടുത്ത് വന്ന് വിളിക്ക, ഇക്ക എഴുന്നേക്കിക്ക, എഴുന്നേക്കിക്ക, സുബഹിക്ക് ബാങ്ക് വിളിക്കാറായിക്ക. ഓനി